ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കടലിൽ ഫിഷിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ജീവനുള്ള മീനുകൾ പിടിക്കാൻ പോകാൻ കേട്ടോ. കല്ലുത്തിനെയാണ് കേട്ടോ നമ്മുടെ മെയിൻ ടാർഗറ്റ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തേക്കണത്. കല്ലുത്തിയാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. പിന്നെ മണ്ണിരി എന്നല്ല, നമ്മൾ മൈദമാവാണ് യൂസ് ചെയ്യണത്. ആ ചിരട്ട എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൈദ നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ ചെറിയ പീസായിട്ട് കുത്തിയിട്ടാണ് കേട്ടോ ഇടേണ്ടത് കല്ലുത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചു കേട്ടോ. പക്ഷെ അവൻ നമ്മൾ ഉദ്ദേശിച്ച വലിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കടലിലിടുമ്പോൾ മിക്കവാറും പെട്ടെന്ന് തന്നെ ചത്തു പോകാനാണ് കേട്ടോ സാധ്യത. എന്തായാലും കിട്ടിയതല്ലേ, കളയണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഇവനെ കുപ്പിയിലെടുത്തിടാൻ പോവാണ് കേട്ടോ. വീഡിയോ എടുക്കലും മീൻ അഴിച്ചിടലൊന്നും ഒരുമിച്ച് നടക്കാത്തതുകൊണ്ട് നമ്മൾ മീൻ അഴിച്ചു കേട്ടോ. അതിന് തന്നെ ഈ വലിപ്പത്തിലുള്ള ഒരു കല്ലുത്തീനാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. നമ്മളിത് ഇവനെ ഇടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പോലെ മീനൊന്നും കല്ലിൻ്റെ ഇടയിൽ പോയി കയറാണ്ടിരുന്നാൽ മതിയായിരുന്നു. കുപ്പിയിലിടുന്ന താമസം മിനി മോട്ടർ കറങ്ങണ പോലെയാണ് കേട്ടോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചേരം കറങ്ങിയപ്പോൾ തല ചുറ്റിന്നുകൊണ്ട് കേട്ടോ. പിന്നെ അധികം കറങ്ങണമെന്നും കാണാനില്ല. എന്തായാലും നമുക്ക് അടുത്ത മീനെ പിടിക്കാട്ടോ. ചെറിയ കുളത്തായോണ്ടാണ് കേട്ടോ ഇത്രയും ചെറിയ മീൻ വരെ നമ്മുടെ കുളത്തുമ്പോൾ കൊടുക്കുന്നത്. ഇത്രയും കൂടി വലിയ മീനെ പിടിക്കാനുള്ള ടാർഗറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മൈദമാവ് കുറച്ച് വലിപ്പം കൂടിയിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ഇട്ടേക്കണത്. ഈ കുളത്തിനകത്ത് കുറെ വരാലും അതുപോലെ ആമയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവനെയൊന്നും നമ്മൾ പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കിട്ടിയാൽ അതൊരു ബോണസായിട്ട് നമ്മൾ കാണും. ആമേനൊക്കെ നമ്മൾ പിടിക്കാറൊന്നുമില്ല കേട്ടോ. ആമേനൊക്കെ നമ്മൾ വെറുതെ വിടും. പക്ഷെ വരാല് കിട്ടിയാൽ അത് കിട്ടിയത് തന്നെയാണ്. നമുക്കത് ഫിഷ് ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അടുത്ത മീൻ അടിച്ചുട്ടാ ഗൈസ്. അടുത്ത മീൻ അടിച്ചോ. ഇവനെ 1.5 മുതൽ തന്നെയാണ് കേട്ടോ. ഇവൻ കറക്റ്റാ. ഇവനെ കടലിലിട്ട എന്തായാലും വലിയ ഹമൂർ അല്ലെങ്കിൽ ചെമ്പല്ലി അടിക്കും കേട്ടോ. അപ്പോൾ ഇവനെ നമുക്ക് കുപ്പിയിലാക്കിയിട്ട് നമുക്ക് അടുത്ത മീനെ പിടിക്കാം കേട്ടോ. ഉള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ പാമ്പിനെയൊക്കെ നോക്കിയിട്ട് വേണ്ട നിൽക്കാൻ. പാമ്പൊന്നും ഇല്ലല്ലോ അല്ലേ? അതൊന്നല്ല ഗൈസ്, കുറച്ച് ദിവസം മുന്നേ ഇവിടെ അണലീനെ കണ്ടുള്ളൂ, അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് തന്നെ ചൂണ്ടിയിട്ട് അധികം നേരം വെയിറ്റ് ചെയ്യൊന്നും വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് മീൻ കിട്ടിയോണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കടലിൽ പോയിട്ട് വലിയ കൊമ്പനെ പിടിക്കാട്ടോ. പോൾഡോഡിന്റെ ഉപയോഗം തന്നെയാണ് കേട്ടോ ഈ മുളവടിയിൽ നടക്കുന്നത്. ഈ ഒരു മുളവടി നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത് മിക്കവാറും ദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ. വണ്ടിമ വെച്ചിട്ടൊക്കെ കൊണ്ടുപോകാൻ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് പോൾഡോഡ് തന്നെയാണ് കേട്ടോ ബെറ്റർ. അതാകുമ്പോൾ മടക്കി വെച്ചിട്ട് കൊണ്ടുപോകാലോ. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കൊള്ളായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാനൊക്കെ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ മുളവടി യൂസ് ചെയ്യണത്. പറഞ്ഞു നിൽക്കുമ്പോഴേക്കും അടുത്ത് മീനും അടിച്ചു കേട്ടോ. അപ്പോൾ 2 മീനാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ 2 മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ള മീനിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇവനെ കൊണ്ടുപോയിട്ട് കടലിൽ ഇട്ട് കഴിഞ്ഞാൽ കൊമ്പനെ കിട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.